കുറച്ച് നേരം ഇളക്കി കൊടുത്തതിന് ശേഷം, അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു പച്ചമണക്ക മാറിയതിന് ശേഷം അതിലേക്ക് മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. മസാല ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സമയം കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടിക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ചുടുവെള്ളമാണ് ഇപ്പോൾ നല്ലത്. ഇനി ഫ്ലെയിം കൂട്ടി വെക്കട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാനതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് കറി എത്ര വേണം എന്നതിനനുസരിച്ച് വെള്ളം ഇനിയും ചേർത്ത് കൊടുക്കട്ടോ. ഇറച്ചി വെന്ത് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഉണ്ടാവും ആവശ്യത്തിന്. കറി ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വേവിക്കണം കേട്ടോ.